നമുക്ക് റേഷൻ പച്ചരി കൊണ്ട് നല്ലൊരു അടിപൊളി വൈനാണ് തയ്യാറാക്കുന്നത്. റേഷൻ അരി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഈ വീഡിയോയുടെ കാണാം. ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനും കൂടിയാണിത്. 21 ദിവസം കൊണ്ടാണ് നമ്മൾ ഇത്ര ക്ലിയർ ആയിട്ടുള്ള വൈൻ കെട്ടുന്നത്. അപ്പോൾ 21 ദിവസം മതി നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള വൈൻ തയ്യാറാക്കാൻ. അത് ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ നമുക്ക് ഈ ഒരു റേഷനരി കൊണ്ട് തന്നെ വൈൻ കെട്ടി നമുക്ക് ആഘോഷിക്കാം. നമ്മൾ ഈ വീഡിയോയുടെ റൈസ് വൈനാണ് തയ്യാറാക്കുന്നത്. റേഷനരി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കഴുകി വെള്ളമൊക്കെ വാല വെച്ച് കളഞ്ഞുള്ളതാണ്. പൊടിയൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തതാണ്. പിന്നെ ഒരു കപ്പ് ഉണക്കമുന്തിരി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇത് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിയ പോണിയിലിട്ടുള്ളത്. പിന്നെ എടുക്കാനുള്ളത് ഏലക്കായ വേണം, പട്ട, ഗ്രാമ്പു, കുറച്ച് ഗോതമ്പ്, പിന്നെ ഈസ്റ്റ്. ആദ്യം നമ്മൾ പഞ്ചസാര അലിയിക്കാം. അപ്പം അതിൽ 4 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റി, അതിൽ കൊള്ളില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അരിന് ഇടാനുള്ളത് ഇതൊന്ന് പഞ്ചസാര വെള്ളം കൂടിയിട്ട് ഒന്ന് അലിഞ്ഞൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അരി ചേർക്കാം. ഏലക്കായ അധികം എടുത്തിട്ടുണ്ട്. റൈസ് വൈനിൽ ഏലക്കായ മണം നിൽക്കുന്നത് നല്ല ടേസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു പട്ട, ഒരു 6 ഗ്രാമ്പു, ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ. ഇളക്കി കൊടുക്കണം. പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ എടുത്തുള്ളത്. അത് കാരണം സാധാരണ വൈൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ മുന്നേ തിളപ്പിച്ച് നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. എന്നിട്ട് ആ വെള്ളം കൊണ്ട് വേണം വൈനൊക്കെ കെട്ടാനായിട്ട്. അതുപോലെ എല്ലാ പാത്രങ്ങളും തിളച്ച വെള്ളം കൊണ്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മൾ വൈനൊക്കെ കെട്ടാനായിട്ട്. ഏത് വൈനും അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരി കഴുകി വെച്ചുള്ളതാണ്. ഇത് നമ്മൾ ഇപ്പം ചേർക്കാം. വെള്ളത്തിലൊന്ന് കുതിർന്നിട്ട് നോക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര ഇങ്ങനെ അടിയിൽ കരിയേണ്ട വെച്ചിട്ടാണ്. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട് കണ്ട. ഇനി നല്ലോണം വെള്ളം ചൂടായിട്ടുണ്ട്. തള വന്നിട്ടില്ല, തിളക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ നല്ലോണം ചൂടാവുമ്പോൾ നമുക്ക് പച്ചരി ചേർക്കാം. നമ്മൾ കഴുകി വാല വെച്ച റേഷനരി ഇത്. അതിന് ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ഇത് ചൂടാറാനായിട്ട് വെക്കാം. ഇനി ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇത് ഭരണിയിൽ വെച്ച് കെട്ടാനായിട്ട്. നമ്മൾ ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലോണം തണുത്തുണ്ട്. അതിന് നമുക്കത് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ ഭരണിയിലേക്ക് നമുക്ക് മാറ്റാം. 15 ഗ്രാം ഈസ്റ്റ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് വെച്ച് കലക്കി വെച്ചതാണ്. ഒരു 10 മിനിറ്റ് അതിൻ്റെ കലക്കി വെച്ചിട്ട് അതിനിങ്ങനെ ഫെർമെൻറ്റേഷൻ നടന്നിട്ട് കിടക്കുന്നത്. പിന്നെ കുറച്ച് സൂചി ഗോതമ്പും ചേർക്കുന്നുണ്ട്. ഭരണി നല്ലോണം ചൂടുവെള്ളത്തിൽ പൊളിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിരുന്നു. അതുപോലെ തന്നെ കയ്യിലൊക്കെ മരക്കയ്യിൽ ചില്ലുപാത്രത്തിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഭരണി പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇടാൻ പാടില്ല. അപ്പോൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ചേർക്കാം. ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റാം. അപ്പം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ വൈൻ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഭരണിയിലേക്ക് ഈസ്റ്റും ഇളം ചൂടുള്ള വെള്ളവും കൂടി ഫെർമെൻ്റ് ചെയ്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഭരണിയുടെ മുക്കാലം ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി ഫെർമെൻറ്റേഷൻ നടക്കേണ്ട കാരണം ഇനി ബാക്കിയുള്ളത് ഞാൻ വേറൊരു ജാറിലേക്ക് മാറ്റി അതിലേക്ക് കെട്ടി. ഇനി ഇതിലേക്ക് സൂചി ഗോതമ്പ് ഇടാം. നമുക്ക് കയ്യിലുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നമുക്കിനി ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി 21 ദിവസം കഴിഞ്ഞ് നമുക്കൊന്ന് എടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ റൈസ് വൈൻ കിട്ടും. അപ്പോൾ നമ്മളിത്
ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു മൂടി വെച്ച് ഒരു വെള്ളത്തുണി വെച്ച് നാടെടുത്തിട്ട് കെട്ടി ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കാം. ഞാൻ സാധാരണ കബേർഡിൻ്റെ ഉള്ളിലാണ് വെക്കാറ്. അപ്പോൾ ഇത് 21 ദിവസം ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. 21 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ റൈസ് വൈൻ കെട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി, എന്നിട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി മധുരം ഇട്ടു. എന്നിട്ട് നമുക്ക് 21 ദിവസം കഴിഞ്ഞ് പിന്നെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. മധുരം നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ഇളക്കി നോക്കിയത്. എന്നിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ വൈൻ റെഡി ആയിട്ട് കണ്ട ഉണക്കമുന്തിരിയുടെ കളറാണ് ആ കിടക്കുന്നത്. അപ്പം എല്ലാം കൂടി നല്ല കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം വെയിലത്ത് വെച്ച് ഉണങ്ങിയ പാത്രത്തിൽ കഴുകി ഉണക്കിയ പാത്രം അരിപ്പൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. ഇത് നമുക്ക് മെല്ലെ പതുക്കെ ഊറ്റിയെടുക്കാം. അടി ഇളകാണ്ട് വേണം ഇങ്ങനെ ഊറ്റാനായിട്ട്. അപ്പോൾ പിന്നെ അധികം മട്ടുണ്ടാവില്ല. നമ്മുടെ വൈൻ നല്ല ഓക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ട നമ്മുടെ അരി ഇതിൽ കാണാം. അപ്പോൾ ഞാൻ അധികം മട്ട ഇളക്കാണ്ടാണ് ഊറ്റിയുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ വൈൻ ഇരിക്കും. നല്ല കഴുകി ഉണക്കിയ കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ റേഷൻ അരി കൊണ്ടാണ് നമ്മൾ ഈ വൈൻ തയ്യാറാക്കിയുള്ളത്. നല്ല വീര്യമുള്ളൊരു വൈനാണിത്. ഈസ്റ്ററിനൊക്കെ നല്ല അടിപൊളി വൈൻ തയ്യാറാക്കാം. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആവും. അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഇത് എടുത്ത അന്ന് തന്നെയാണ് ഞാനത് കാണിച്ചുള്ളത്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.